ഹലോ, നമുക്കിന്നൊരു കുട്ടി വ്ലോഗായാലോ? അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റില്ല, കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്ന് ഓണത്തലേന്നാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സംഭവം എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്കൊരു പെയിൻറ്റിങ് വരച്ച് തീർക്കാനുണ്ട്. അത് ഫ്രെയിം ചെയ്യണം. അങ്ങനെ എന്തെല്ലൊക്കെയോ പരിപാടിയുണ്ട്. ഇനി എനിക്ക് ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം ഞാൻ ടാബിൾ വൃത്തിയാക്കാൻ വേണ്ടി വന്നു. എൻ്റെ ടാബിൾ മൊത്തം കോലമായിട്ടാണ് ഉള്ളത്. അതിനുശേഷം വേണം എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ റിജിഡ് ടൈം ടേബിളോട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയല്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വെക്കും. അത് ചിലപ്പോൾ ഞാൻ ചെയ്യും, ചെയ്യാതിരിക്കും. എന്നാലും ഞാനിത് ഈ ഒരു പ്രോസസ്സ് അപ്പം ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. എനിക്കിനി എൻ്റെ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ക്ലൈമറ്റ് ഒക്കെ വളരെ പോക്കാണ്. എന്താണെന്നറിയില്ല. ഇപ്പോൾ 2, 3 ദിവസമല്ല, കുറേ കാലം എപ്പോഴും ഇങ്ങനെ തന്നെ ഒരു മൂടി പിടിച്ചൊരു അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലേക്ക് ഡേ ലൈറ്റ് ഒന്നും അധികം കിട്ടാറുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയല്ലോ ഞാനായിട്ട് ഇന്നത്തേക്ക് തന്നെ ആ ഡ്രോയിങ്സ് എനിക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അതിൻ്റെ ഫ്രെയിമൊക്കെ ആക്കി വെക്കാൻ. ബിക്കോസ് എൻ്റെ അടുത്ത് ഇന്ന് ഫ്രെയിമില്ല. അപ്പോൾ ഇന്ന് വാങ്ങിച്ചാലേ എനിക്കത് കിട്ടൂ. അല്ലെങ്കിൽ 2, 3 ദിവസത്തേക്ക് എന്തായാലും ഇനി എല്ലാ ഷോപ്സൊന്നും തുറന്നിട്ടുണ്ടാവില്ലല്ലോ. അതുപോലെ എനിക്ക് ലാപ്പിൽ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. ബിക്കോസ് കുറേ ക്ലിപ്പിംഗ്സ് ഒക്കെ ലാപ്പിലാണ് ഉള്ളത്. ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തതിൻ്റെയൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ലാപ്പിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് ലാപ്പിൽ ഞാൻ അങ്ങനെ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. ഞാൻ വലിയ ഫോണിൽ തന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ എനിക്കിനി ഉച്ചയ്ക്ക് പോകണം. ഞാൻ ഉച്ചയ്ക്ക് പോയി ഞാൻ എൻ്റെ ഫ്രെയിംസ് ഒക്കെ വാങ്ങി അവിടുത്തെ കുറച്ച് പൂക്കളും വാങ്ങി. കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ വേഗം പോയി കുളിച്ചു ഫ്രഷായി. പിന്നെയും ഞാൻ സാരി ഒക്കെ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു നിന്നു. ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക, ഇപ്പം ഇങ്ങനെ ചെയ്ത് എനിക്ക് സാരി ഉടുക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റാറുണ്ട്. So ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മതി. ഞാൻ കുറേ കാര്യമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ലോഗല്ലേ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വലിയ പിടിയും കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായില്ലോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, സോ ലവ് യു ഓൾ, ബൈ.